ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ മാറി. പനി ആദ്യമേ തന്നെ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെയാണ് ശരിക്കും ഒരു പനി ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കഫക്കെട്ടും ചുമയും തൊണ്ടവേദനയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിലെല്ലാം കുറവുണ്ട്, പക്ഷെ ചുമ ഇപ്പോഴും ഉണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ എന്നാണ് വിളിക്കേണ്ടതെന്നുള്ളത് മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും വിളിക്കേണ്ട ഒരു ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കും ചുമ പൂർണ്ണമായിട്ട് മാറും. ഇല്ലെങ്കിൽ ഫോൺ വിളിക്കുന്ന സമയത്ത് ചുമ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങനെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, പിന്നെ എനിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം സംസാരിക്കാൻ പറ്റാണ്ട് ചിലപ്പോൾ ഫോൺ കട്ടാക്കണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളൂ. എപ്പോഴാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസിൽ നമ്പറോ കാര്യങ്ങളിലെല്ലാം പോസ്റ്റിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിരിക്കും ഇടുക. അപ്പോൾ അതുകൊണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ, അതേപോലെ തന്നെ വിളിക്കേണ്ട സമയം, വിളിക്കേണ്ട തീയതി എല്ലാം ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എല്ലാവരും കോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞ ടൈമിൽ നിങ്ങളൊരു അരമണിക്കൂർ 15 മിനിറ്റ് ഒക്കെ ഇടവിട്ട് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതേപോലെ മുടങ്ങിപ്പോയ ക്ലാസ് ഉണ്ട്, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നാലും തിങ്കളാഴ്ച ഒരു ദിവസം കൂടി ഞാൻ ലീവാക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ അടുത്ത മാസമാണ് അപ്പൻ്റെ ആണ്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും കയറി പോവുള്ളൂ. അത് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ഇനി എനിക്ക് ജനുവരി മാസം വരെ നിൽക്കാനാണെങ്കിലും നമ്മളിപ്പോൾ സാധാരണ UAE നിയമപ്രകാരം നമ്മൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 5 മാസവും 6 മാസം തയ്ച്ച് നിൽക്കാമെന്നാണ്. പക്ഷേ നമുക്ക് 5 മാസവും ചില്ലറ, അതായത് ഏകദേശം ഒരു 5.5 മാസമൊക്കെ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. അത്രയും ദിവസങ്ങൾ നിന്നാലും നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കമ്പനി എപ്പോഴാണോ വിളിക്കുന്നത് അതുവരെ ഞാനിവിടെ നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കാരണം കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വേറൊരു 1-2 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ കോഴ്സിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ 10-13 വർഷമായി പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറേ മടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രവാസ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ വിട്ടവരെവിടെയൊക്കെ വിട്ടിട്ട് നമ്മളവിടെ മാറി നിൽക്കുന്നതല്ലേ. അപ്പോൾ അതിനിടയ്ക്കൊക്കെയാണ് ഇങ്ങനെ വീണ് കിട്ടുന്ന ഇത്രയും നാളുകളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ വഴി ഒരുപാട് പേർക്ക് ജോലി കിട്ടി പോകുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് തന്നെ ഉള്ളൂ. കാരണം അതിൻ്റെ കാര്യമില്ല. കാരണം കിട്ടിപ്പോകുന്നവരൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുണ്ടെങ്കിൽ ഞാൻ ഇനിയും അത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 30 പേരോളം ഉള്ള ആളുകൾക്ക് ഡെലിവറി ജോബ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ 2 പിള്ളേർ 2 റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് ജോബ് കിട്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെയാണ് നമുക്ക് ജോബ് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി കാരണം അവിടെ വേക്കൻസി ഉള്ളത് ഞാനിവിടെ വരുമ്പോൾ ഞാൻ അറിയിച്ചു, എന്നെ അറിയിക്കുമ്പോൾ ഞാൻ അറിയിക്കും. അതൊക്കെ അതായത് എൻ്റെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. നല്ല കുറേ ബന്ധങ്ങൾ, അതിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞാനായിട്ട് തുറന്നു കൊടുത്ത ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ വേക്കൻസികൾ വരുമ്പോഴൊക്കെ നമ്മളെ അറിയും. അപ്പോൾ അറിയിക്കുമ്പോൾ നമുക്ക് തന്നെ കൃത്യമായിട്ട് അവിടെ ആളുകളെ ആക്കി കൊടുക്കാൻ പറ്റും. അതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എത്രയൊക്കെ നല്ലത് ചെയ്താലും, എത്രയൊക്കെ നമുക്കതിനകത്ത് നിന്ന് എന്തെല്ലാം അല്ലെങ്കിൽ ഒരാൾക്കൊരു സഹായം ചെയ്തതെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കൂല. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. വിശ്വസിക്കുന്നവർക്കും ജോലി വേണമെന്നുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ജോലി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി കൊടുക്കുന്ന ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്യാം. അല്ലാത്തവർക്ക് പോകണമെങ്കിൽ പോകാം, പോകണ്ടെങ്കിൽ പോകണ്ട, അത്ര തന്നെ ഉള്ളൂ. ഞാനതല്ലാണ്ട് നിങ്ങൾ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഒരാളെ തള്ളിവിടുന്നില്ല. ചില കമൻറ്റുകൾ കണ്ടതുകൊണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. അപ്പോൾ കമൻറ്റിനൊന്നും ഇരിക്കാൻ വയ്യ. കാരണം ചില നേരത്ത് നല്ല തലവേദന വരാറുണ്ട്. ആ തലവേദന കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കമൻറ്റുകൾ നോക്കുക. കാരണം സൂക്ഷ്മമായി നമ്മൾ നോക്കി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ മാറിപ്പോകാണ്ട് കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ ആ ഫോക്കസ് അവിടെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്കവാറും ഒന്ന് നൈറ്റൊക്കെ കൂടി തന്നെ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ സ്റ്റാർട്ടാക്കുകയുള്ളൂ. അത് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോ വഴി ഞാൻ അറിയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് നന്മ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ
വരും ദിവസങ്ങളിൽ പറയാം. ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കാരണം നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങിക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പ്രതിഫലം വാങ്ങാണ്ട് ആരുടെ അടുത്ത് നിന്ന് ഒരു കാര്യം ചെയ്യരുതെന്നുള്ളതാണ്. അതായത് പ്രതിഫലം മേടിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രതിഫലം മേടിക്കാണ്ട് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയോ ഭയങ്കര മാനദണ്ഡങ്ങൾ വെച്ച് കാണുന്ന സമൂഹമാണ് ഇന്നത്തെ നമ്മുടെ ചുറ്റിനും ഉള്ളതെന്ന് അത് പൂർണ്ണമായിട്ട് നേരത്തെ തന്നെ എനിക്കറിയായിരുന്നു. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും നമ്മൾ നമ്മുടെ ചാനൽ വഴി തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കും. പ്രതിഫലം വാങ്ങാത്തതിൻ്റെ കാര്യം ഇപ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം ഞാനിവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നു, ഒരു ജോലിക്കും പോകുന്നില്ല. നമ്മളൊക്കെ തുറന്നു കൊടുത്തിട്ടുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ തന്നെ റെസിപ്പി ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു റിസർച്ചറും കൂടിയാണ്, ഞാനൊരു ഫുഡ് റിസർച്ചറും കൂടിയാണ്, ഞാനൊരു ഷെഫാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഡിഷുകൾ ഓടുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടുകൾ നമുക്ക് കിട്ടും. അത് അവിടുത്തെ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മാസം പിടിച്ചു നിൽക്കാനുള്ള പൈസ എന്നൊക്കെ രീതിയിൽ നമുക്ക് കിട്ടും. അതൊക്കെയാണ് നമ്മുടെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്ന സംഭവം. അതേപോലെ നല്ല ഫ്രണ്ട്സുകളുണ്ട്. നമ്മളെപ്പോൾ പൈസക്ക് ബുദ്ധിമുട്ടിയാലും നമ്മൾ ഒരു ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും നാട്ടിൽ പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് പ്രവാസ ലോകത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു സവിശേഷതയാട്ടത്. നമ്മുടെ നാട്ടിലിറങ്ങി ഒരു 10 രൂപ കടഞ്ഞു വെച്ച് ചിലപ്പോൾ ആരും തന്നോണമെന്നില്ല. പക്ഷെ പ്രവാസികളായിട്ട് ഉള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി അറിയാൻ പറ്റും. നാട്ടിൽ പോയി നിൽക്കുന്നവരുടെ പോക്കറ്റ് കാലിയാകാൻ അധികം ദിവസമൊന്നും വേണ്ടാന്നും, അതേപോലെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സഹായിക്കണമെന്നും അതൊക്കെ പ്രവാസികൾക്കാണ് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുക. കാരണം അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ വെച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ബാക്കപ്പൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിനകത്തുനിന്ന് ലക്ഷങ്ങൾ കൊയ്യാൻ വേണ്ടി ഒരു വിചാരിച്ചിട്ട് തുടങ്ങിയൊന്നുമല്ല. അത് മാത്രമല്ല, ജോബ് വേക്കൻസി ഞാൻ അതുവഴി അതുകൊണ്ട് ഇട്ടതുമല്ല. ഞാൻ തന്നെ എൻ്റെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടുന്നതെന്നും അതിൽ തന്നെ വിസ ഫ്രീ ജോബ് വേക്കൻസികൾ കൂടുതൽ ഇടാനുള്ള കാരണം എന്താണെന്നും ഇതെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആർക്ക് വേണമെങ്കിലും വിമർശിക്കുന്നവർ എന്ത് വേണമെങ്കിലും വിമർശിച്ചോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങൾ വിമർശിക്കുന്നതിനെ എതിർത്ത് പറഞ്ഞതൊന്നുമല്ല. ഞാൻ ഇപ്പോഴും ആ വിമർശിക്കുന്നവർ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. എനിക്കതിൽ യാതൊരു വിധത്തിലുള്ള സങ്കടങ്ങളും ഇല്ല, അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അതിന് പൈസ മേടിച്ചിട്ട് സഹായം ചെയ്യുക, കൂലി മേടിച്ചിട്ട് അല്ലെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു കുഴപ്പം ആർക്കും ഉണ്ടാവില്ല. അതല്ലാണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തോ വലിയ ഫ്രോഡാണ് എന്നാണ് കരുതുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അത് കമൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാനത് കണ്ടപ്പോൾ എനിക്കത് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിലങ്ങ് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് നമ്മൾ ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറയുമ്പോൾ എനിക്ക് വന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഇടുന്നത്. കാരണം കുറച്ച് ദിവസം ഇന്നലെ മിനിഞ്ഞാന്നൊന്നും വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ കുറച്ച് പഴയ ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നത് ഒന്നെങ്കിൽ ഇന്ന് രാവിലെ, ഇപ്പോൾ മോർണിംഗിലൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ രാവിലെ ഇന്നലെ രാത്രിയായിട്ടുള്ള വരുന്ന ജോബ് വേക്കൻസികൾ മാത്രമേ ഇടാറുള്ളൂ. കാരണം അതിന് മുന്നിട്ടതിലൊക്കെ ചിലപ്പോൾ ആൾക്കാരായിട്ടുണ്ടാവാം. പിന്നെ ഡെലിവറി ജോബിന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾ ഇത് മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ ഒഴിവുള്ള സമയത്ത് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. കാരണം അവിടെ അത്ര ആളുകൾക്ക് വേക്കൻസി ഉണ്ട്. പക്ഷെ അത് ഫ്രീ ജോബ് അല്ല എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പോയി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാലറിയുള്ള ജോബാണ്. അതിനെല്ലാവരോടും ഞാൻ പോകണമെന്ന് പറയാറുമില്ല. താല്പര്യമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന ജോബാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തുച്ഛമായ സാലറി ആണെങ്കിൽ പോലും നമ്മൾ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളൊരു ചിട്ടി കൂടിയിടുക, ഒരു ചെറിയൊരു ചിട്ടി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ
സ്റ്റാഫുകൾ കൂടി ഒരു ചിട്ടി കൂടിയിടുക. ആ ചിട്ടി കൂടിയിട്ടിട്ട് ആ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ എപ്പോഴാണോ നാട്ടിൽ പോരുന്ന സമയം അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന കഴിഞ്ഞിട്ടോ ഒക്കെ ആയിട്ട് കിട്ടുന്ന രീതിയിലൊക്കെ ആക്കിയിടുകയാണെങ്കിലൊക്കെ നമുക്ക് നാട്ടിൽ വരുമ്പോൾ വലിയ കടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ നല്ല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും 2 ടൈപ്പ് CV നിങ്ങളുടെ കയ്യിൽ കരുതുക. അതിനകത്ത് ഒന്ന് ഹൈ പ്രൊഫൈൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് ഫുള്ള് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു CV ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ലോ പ്രൊഫൈൽ വെച്ചിട്ട് പറ്റുമെങ്കിൽ +2 വെച്ചിട്ടൊരു ഇതും കൂടി നിങ്ങൾ CV കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ജോലികൾ അന്വേഷിക്കുക. 2 മേഖലയിലും ഒരേപോലെ നിങ്ങൾ ജോലി അന്വേഷിക്കുക. ഈ +2 കിട്ടുന്ന ജോബ്സും അതേപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ മാക്സിമം വെച്ചിട്ടുള്ള ജോബിനും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ മാത്രം ഗൾഫിൽ പോയാലേ പെട്ടെന്ന് ജോലികൾ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങളെ ഏജ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അതായത് ഏജ് അത്ര വലിയൊരു സീനായിട്ടൊന്നുമുള്ള കാര്യമല്ല. നിങ്ങൾക്കൊരു ജോലിയിലെ എക്സ്പീരിയൻസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടുമോടെ. അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ ബന്ധങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട് അവിടെ എന്നുണ്ടെങ്കിൽ അങ്ങനെ അയാളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നാണോ അല്ലെങ്കിൽ മടിയോ ഒന്നും വിചാരിച്ചാലൊന്നും ഇപ്പോഴത്തെ കാലത്തൊരു ജോലി കിട്ടില്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങളൊരു ജോബ് അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകാനും അപ്പോൾ അതിനുവേണ്ടി പൈസ മുടക്കാനും അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് പോകാനൊക്കെ ഇരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരൊറ്റ കമ്പനി നിങ്ങൾക്ക് ജോലി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും നിങ്ങൾക്ക് വെച്ച് നീട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ കഴിവുകളുള്ള ഒരു കഴിവില്ലാത്ത ഒരാളെ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്ക് വെക്കുമോ? ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിൽ കൂടി നിങ്ങളൊരു ചെറിയൊരു ചായക്കട തുടങ്ങുകയാണ്. ചായ അടിക്കാൻ അറിയുന്ന ഒരാളെയല്ലേ നിങ്ങൾ അവിടെ പണിക്ക് വെക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ സപ്ലൈക്ക് നിൽക്കാൻ കഴിവുണ്ട് എന്ന് തോന്നുന്ന ഒരാളെയല്ലേ നിങ്ങൾ വെക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇത്ര ചെറുതായിട്ട് ഇത്ര സിമ്പിളായിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 2-3 ഓട്ടോറിക്ഷ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഓട്ടോറിക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ ഓടിക്കാൻ അറിയുന്നവർക്കല്ലേ നിങ്ങൾ ആ ഓട്ടോറിക്ഷ നിങ്ങൾ കൂലിക്ക് ഓടിക്കാൻ വിടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇത്രത്തോളം ലഘുവായിട്ട് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെ മാത്രമേ ഈ ലോകത്തൊരു സ്ഥലത്ത് പണിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ജോലി കിട്ടും. 58 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അവിടെ വിസ അടിച്ചു കൊടുക്കും. 60 വയസ്സ് വരെ വിസയിലുള്ള ആളുകൾക്ക് ജോലി ചെയ്യാമെന്നാണ്. 2 വർഷത്തിൻ്റെങ്കിലും കാലാവധി ഇല്ലാണ്ട് ആരും 2 ലക്ഷം രൂപ വിലയുള്ള വിസ ആരും ഫ്രീ തരില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും. എന്നിട്ടൊക്കെ തന്നെ വേണം ജോബിന് അപ്ലൈ ചെയ്യാനും. നിങ്ങളിപ്പോൾ UAE ബേസ്ഡ് ജോബുകൾക്ക് നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുത്ത് പോകാനൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ചില കമ്പനികളൊക്കെ നേരിട്ട് തന്നെ വിസയൊക്കെ അയച്ചു തന്നിട്ട് അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസയൊക്കെ ചിലപ്പോൾ അയച്ചു തന്നിട്ട് പോകും. പിന്നെ പൈസ കൊടുത്തിട്ട് ആർക്കും മുൻകൂട്ടി പൈസ കൊടുത്തിട്ട് പോകാണ്ടിരിക്കുക. ചുരുങ്ങിയ പക്ഷം പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനോട് ചോദിക്കുക. അതിന് ചോദിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ റിപ്ലൈ തരാൻ ഞാൻ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ജോബ് നഷ്ടപ്പെട്ടേക്കാന്നൊക്കെ കരുതി ആരും പൈസ അയച്ചു കൊടുക്കരുത്. കാരണം നമ്മുടെ ചാനൽ വഴി ഇടുന്ന ഡെലിവറി ജോബ്സ് ഒഴികെ ബാക്കി എല്ലാ ജോബ്സിനും വിസകൾക്കോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പൈസ അടച്ചെങ്കിൽ മാത്രമേ ജോബ് കിട്ടുള്ളൂ അങ്ങനൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം സർവീസ് ചാർജുകൾ ഇല്ലാത്ത ജോബുകളാണ്. ഈ ഡെലിവറി ജോബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി കണ്ട കമ്പനിയാണ്. അതേപോലെ അത്യാവശ്യം നല്ല സാലറിയുള്ള ജോബാണ്. നമ്മുടെ ഇവിടുന്ന് 10-30 പേരോളം പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉറപ്പിലാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അത് ഇന്ത്യ ഗവൺമെൻറ്റും അതേപോലെ തന്നെ UAE ഗവൺമെൻറ്റും കൂടി അംഗീകരിച്ചുള്ള വർക്ക് പെർമിറ്റ്, അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന വർക്ക് പെർമിറ്റ് വിസയിലാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ട് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടത് പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോകുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനികൾ നിങ്ങൾക്ക് ജോബ് വിസകൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിന് പോകാം. കാരണം അത് ജോബ് വിസ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ 2 എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളും സാങ്ഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. പിന്നെ വിസിറ്റിംഗ് വിസ പോകുന്ന ആളുകളെ പോലെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ കരുതണ്ട. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്കുണ്ട്. വിസിറ്റിംഗ് വിസ പോകുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണം. അതേപോലെ തന്നെ നമുക്ക് അവിടെ ട്രാവൽ ഇൻഷുറൻസ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെ കയ്യിൽ പൈസ കരുതണം. അതൊക്കെ നമ്മൾ കയ്യിൽ കാണിക്കണ്ടേ. പക്ഷേ നമ്മൾ വർക്ക് പെർമിറ്റ് ഉള്ള ഒരു വിസയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട. കാരണം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ പേരതിനകത്തുണ്ടാവും, നമ്മുടെ സ്പോൺസറുടെ പേരതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോവാം. നമ്മുടെ ഇതിൻ്റെ ഒരു കോപ്പി വീട്ടിൽ വെച്ചാലോ അല്ലെങ്കിൽ വീട്ടിൽ വെക്കണമെന്നില്ല, നിങ്ങളുടെ ഫോണിൽ തന്നെ വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പോയി ഇവിടുന്ന് നിങ്ങളെ കാണാണ്ടായെന്ന് വെച്ചോ,
നിങ്ങൾ ഇതേ കമ്പനിയിൽ അയാളുടെ ID നമ്പർ അടക്കം വെച്ചിട്ടായിരിക്കും ഈ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അടിച്ചു കിട്ടുക. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിലാണ്, ഈ സ്ഥലത്തേക്കാണ് പോയത്, ആളുടെ യാതൊരു വിവരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ലീഗലി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് എല്ലാവരും നീക്കാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. ഞാൻ എപ്പോഴെങ്കിലും ഇന്ന് എന്തായാലും ഞാൻ റിപ്ലൈ തരും. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കും. ഏകദേശം 100-200ഓളം കമൻറ്റുകളുണ്ട് തോന്നുന്നു. ഫ്രീ ടൈം പോലെ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. കുറച്ച് ലോങ് വീഡിയോ ആണ്, അപ്പോൾ അതുകൊണ്ട് ആരും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. ഉള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ തന്നെ പറഞ്ഞോളൂ. അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ അറിയിക്കുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിലും അതിൻ്റെ ഒരു തിരക്കിലും കൂടിയാണ്. ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് അത് കുറച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിക്കും. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബ് വേക്കൻസികൾ മാത്രം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജോബ് വേക്കൻസികൾ മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിലും ഞാൻ എല്ലാ വിധത്തിലുള്ള ജോബിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഞാനിവിടെ നാട്ടിലുള്ള സമയത്ത് എന്നെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിട്ടുള്ള താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഈ പൈസ മേടിക്കാണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനം വന്നിട്ടുള്ള അതേ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. CV ഞാൻ ഇങ്ങനെ പോസ്റ്റിൽ വഴി ചോദിക്കുന്നതിൻ്റെ എന്തോ ദുരൂഹതയുണ്ട്. ഞാൻ എന്ത് ദുരൂഹതയാണ് പുള്ളിക്കാരി ഒരു ലേഡിയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പേര് കണ്ടത്, ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും എനിക്ക് 100-ൽ കൂടുതൽ CVകൾ അങ്ങനെ വന്നിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തു നിന്നുള്ള ആളുകൾക്ക് ജോബുകൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വരുന്ന ജോബ് വേക്കൻസികൾ, പേഴ്സണലി വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുന്ന ആ ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിനൊക്കെ സന്നദ്ധരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം CV അയച്ചു തന്നാൽ മതി. ഈ CV എന്ന് പറയുന്ന സംഭവം വീടിൻ്റെ ആധാരമൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് അവരവരുടെ ജോബ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള വെറും നിങ്ങൾ എവിടെയാണോ ജോബ് അന്വേഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടേ കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ്. പിന്നെ മാത്രമല്ല ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ആ വന്ന കമൻറ്റിനുള്ള റിപ്ലൈയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ വിമർശിച്ചോട്ടെ. നമ്മൾ നമ്മുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.